കാസർഗോഡൊക്കെ ഇഷ്യൂ ഉണ്ടല്ലോ. ഇഷ്യൂ ഉണ്ട്, പക്ഷെ നമ്മളെ പ്രദേശത്തില്ല, കടലോര മേഖലയിലാണ്. കടലോര മേഖലയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ. നമ്മൾ കുറച്ചിങ്ങോട്ടായി. ഈ പ്രധാനമായിട്ട് ഈ പ്രശ്നങ്ങളാണ് കടലോര മേഖലയിലും പിന്നെ നമ്മളെ വെസ്റ്റേൺ ഘട്ട് പശ്ചിമഘട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങൾ. അതാണ് ഭയങ്കര പ്രശ്നം. അവിടെ മണ്ണൊലിപ്പും മണ്ണിടിച്ചിലും കൂടുതലും മധ്യ കേരളത്തിലാണ്. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ഭയങ്കര ഇഷ്യൂ ആണ്. ഇഷ്ടംപോലെ ആൾക്കാർ മരിക്കുന്നുണ്ട്. മലപ്രദേശങ്ങൾ. പിന്നെ കാസർഗോഡ് ഒരു ഭാഗത്തുണ്ടായിരുന്നു, കാസർഗോഡ് മലയോട് ചേർന്ന ഭാഗത്ത്, കർണാടക ബോർഡറിൽ ചിറ്റാരിക്കൽ, അവിടെ നല്ല മണ്ണൊലിപ്പുണ്ടായിരുന്നു. എല്ലാ വർഷവും ഇതുണ്ടാകുന്നു. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ലോക്കലൈസ്ഡ് ഫോർകാസ്റ്റിംഗ് ഒന്നും നടക്കുന്നില്ല. അതാ പ്രശ്നം. ഏത് ഭാഗത്താണ് കൂടുതൽ ഈ നമ്മളെ കേന്ദ്ര ഫോർകാസ്റ്റിംഗ് ഏജൻസികളുണ്ടല്ലോ, ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, കാലാവസ്ഥ, ഓരോ നിരീക്ഷണങ്ങളൊന്നും ശരിയാകുന്നില്ല. ഓരെന്തോ പറയുന്നു, എവിടെയോ മഴ പെയ്യുന്നു, എവിടെയോ പറയുന്നു. കുറച്ചും കൂടെ സയന്റിഫിക് ആവണം അല്ലെ? പ്രത്യേകിച്ച് ഇപ്പോൾ കേരളം മൊത്തമല്ല, ചില ഏരിയകൾ ഫോക്കസ് ചെയ്തിട്ട് ഭയങ്കര അതിശക്തമായ മഴ പെയ്യുന്ന അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അതാ ഇപ്പം നടക്കുന്നത്. 2018 പോലെയല്ല. അപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല എവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല. ചിലപ്പോൾ നാളെ നമ്മളെ വീട്ടിലാവാം അതിശക്തമായ മഴ. നല്ല മഴയുണ്ട്, പക്ഷെ ഈ പ്രശ്നം സംഭവിക്കുന്ന അത്രയും വലിയ മഴ എവിടെ വരുന്നത് നമുക്ക് ഒരു പ്രതീക്ഷയില്ല. ഒരു ദിവസം പെട്ടെന്ന് പെയ്യുന്നു, പെട്ടെന്ന് ഒലിച്ചു പോകുന്നു അപ്രതീക്ഷിതമായിട്ട്. അതാണ് വിഷമം. എന്താ ചെയ്യലോ. അല്ലാഹു ഖൈറുൻ ഹാഫിള. അല്ലാഹു മാത്രമേ സംരക്ഷിക്കാനുള്ളൂ. ഫാത്തിഹ ഓതിക്കോളി. അവിടെ എങ്ങനെ കാലാവസ്ഥ ഇപ്പോ സൗദിയില്? നല്ല ചൂടാ. എന്തൊരു പ്രപഞ്ച പ്രതിഭാസ വ്യത്യാസം. ഇവിടെ കൊടിയ മഴയും ഇവിടെ 40 ഡിഗ്രി ടെമ്പറേച്ചർ. മക്കൾക്കൊക്കെ 45-50 ഇവിടെ 40. ഉച്ചക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റൂല. പുറത്ത് ഉച്ചക്ക് ഇപ്പൊ 3 മാസം പുറത്ത് ജോലി ചെയ്യാൻ പാടില്ല. വേറെ നിയമം അങ്ങനെ. സൗദിന്റെ ഗവൺമെന്റ് നിയമം അല്ലേ? അതെ. നല്ല ചൂടുണ്ടാവും. ഇറങ്ങും. ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളത് 3 മണിക്കൂർ 12 മണി. പ്രധാനമായിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് ആ ടീമായിരിക്കും അവർക്കുള്ള. അതെ അവർക്കുള്ള 12 to 3 മണി വരെ. പിന്നെ ഇറങ്ങും, അത്യാവശ്യത്തിനൊക്കെ ഇറങ്ങും. അപ്പൊ 2 ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ഉണ്ടാവില്ല അവിടെ? രാവിലെ ഉച്ചവരെയും വൈകുന്നേരവും? അപ്പൊ 2 ഷിഫ്റ്റ്. അതെ, ഓരോ വർക്കിനനുസരിച്ചാണ്. ഓഫീസ് വർക്ക് എല്ലാം കണ്ടിന്യൂ 8 മണിക്കൂർ 9 to 5. AC ആയതുകൊണ്ട് പ്രശ്നമില്ല അല്ലേ? അതെ, മറ്റുള്ള ബ്രേക്ക് ഡ്യൂട്ടി ആയിട്ട് ഉച്ചക്ക് 3 മണിക്കൂർ. പിന്നെ ഫാത്തിഹ ഓതിക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم. ഒന്നും കൂടെ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. തായിന് കാറ്റ് പുറത്തു വരണം എന്ന് പറയുമ്പോൾ. അതേപോലെ മുസ്തഖീം, ഖാഫ് കനമുള്ള ഖാഫാണ്, കാഫല്ല. മുസ്തഖീം. മുസ്തഖീം എന്നാക്കുമ്പോൾ ഖാഫിന് ഷദ്ദ് വരും. ഷദ്ദൊന്നുമില്ല. മുസ്തഖീം എന്നതിന് പകരം മുസ്തഖീം. താവ് പറയുമ്പോൾ കാറ്റ് പുറത്തു വരിക. അതേമാതിരി കനം കുറഞ്ഞ താവ്, അതിനുശേഷം കനമുള്ള ഖാഫ് കസ്ർ. അത് കാഫായി. കണ്ട?
അതിപ്പോൾ കാഫായി മനസ്സിലാക്കിയാൽ നമ്മൾ ഓതുന്നത് നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. മുസ്തഖീം എന്ന ആവാണ്ട്. മുസ്തഖീം എന്ന് പറഞ്ഞാൽ കാഫാണ്. കാഫല്ല അവിടെ ഉള്ളത്, ഖാഫാണ്. മുസ്തഖീം പുള്ളിയുള്ള ഖാഫ്. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അത്ര നീട്ടിയാൽ പോരാട്ടാ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. കാരണം വലിയ മദ്ദാണ്. മദ്ദുൽ ലാസിം ആയതുകൊണ്ട് തന്നെ ഒരു 3 അലിഫിൻ്റെ അളവിൽ നീട്ടണം, നിർബന്ധമാണ്. അത് നീട്ടിയില്ലെങ്കിൽ ഓത്ത് ശരിയാവില്ല. ഗൈറിൽ മഗ്ദൂബി عليهم ولا الضالين. ആമീൻ. സൂറത്തുൽ ഫുർഖാൻ 68. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. റാ തന്നെ വരുന്നുണ്ടാ? ആ റായിൻ്റെ പടക്കൽ വരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റാ പറയുന്ന സമയത്ത് നാവ് ചെറിയൊരു പടക്കൽ പടക്കുമല്ലോ. യെസ്, വെരി ഗുഡ്. والذين لا يدعون مع الله إلها آخر. ആഖറാന്ന് നിർത്തരുത്, സുക്കൂൻ ഉണ്ടല്ലോ, നിർത്താൻ പറ്റുമോ? അതേപോലെ ഇലാഹൻ മണിക്കാനില്ലല്ലോ, ഇൽഹാറാണ്. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله. യഖ്തുലൂന വേണ്ട, യഖ്തുലൂന അത് ഖാഫ് ഖൽഖലത്തുള്ള ഖാഫ് സുക്കൂൻ ചെയ്യുന്ന സമയത്ത് സമ്മർദ്ദം കൊടുക്കണം. ولا يقتلون യഖ് അല്ല, യഖ് ഖാ ഖീ ഖൂ ഖ് ഖാ ഖാ യഖ്. ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون. ഒക്കെ കാഫാവുന്നുണ്ടല്ലോ. ആരുണ്ട് മുമ്പ് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല? ഒന്ന് കാക്കീക്കു അക്, മറ്റൊന്ന് ഖീഖൂ ഖ്. അപ്പൊ ഹക്ക് ആണ്. ഹക്ക് എന്നായ ചൊറിച്ചലായി, അത് വേറെ അർത്ഥം. ഇത് ഹക്ക് സത്യം. ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. മുമ്പ് കഴിഞ്ഞ യഖ്തുലൂന അങ്ങനെ തന്നെ. ഒന്നും കൂടെ, വലാ യഖ്തുലൂന. ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون. ومن يفعل ذلك يلقى أثاما. يلقى أثاما، يلقى أثاما. ومن يفعل ذلك يلقى أثاما. يضاعف له العذاب يوم القيامة. യുദാഅഫ് എന്ന് കൽക്കലത്ത് കൊടുക്കണ്ട. ഫായിനിക്കില്ലല്ലോ, നമ്മളൊന്ന് പറഞ്ഞില്ല, 5 അക്ഷരങ്ങൾ മാത്രം. يضاعف له العذاب يوم القيامة ويخلد فيه مهانا. അവിടെ ഒന്നും കൂടെ, വയഖ്ലുദു ഫീഹി മുഹാന. അവിടെ ഹായിനേഷം നീട്ടാൻ ചെറിയായില്ലേ? ഫീഹി മുഹാന അല്ല, സാധാരണ അങ്ങനെ വരും. പക്ഷെ ഇവിടെ മാത്രം, ഖുർആനിലാകെ ഈ ഒരു സ്ഥലത്ത് മാത്രം വ്യത്യാസമുണ്ട്. ഹായിനിക്ക് മുമ്പ് സുക്കൂനാണെങ്കിൽ ഹായിനിക്ക് ഹാഉല്ലമീർ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാഉല്ലമീറിൻ്റെ തൊട്ട് മുമ്പും തൊട്ട് ശേഷവും ഹറക്കത്തുണ്ടെങ്കിൽ മാത്രമാണ് ഹാഉല്ലമീറിനെ നീട്ടുന്നത്. ഇവിടെ തൊട്ട് ശേഷം ലമ്മുള്ള മീമും മുഹാനാൻ്റെ മൂ ലമ്മുള്ള മീമുണ്ട്, അപ്പോൾ ഹറക്കത്തുണ്ട്. പക്ഷെ തൊട്ട് മുമ്പുള്ള യാ എനിക്ക് ഹറക്കത്തില്ല. മദ്ദിൻ്റെ യാ അല്ലേ, മദ്ദിൻ്റെ യാ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള യാ ആണ്. എങ്കിലും ആ ഹാഉല്ലമീറിനെ നീട്ടണം. ഫീഹി മുഹാനല്ല, പിന്നെ ഫീഹി മുഹാന. അവിടെ ഒരു യാ കണ്ടില്ല, കുട്ടിയാ ഹായിന് ശേഷം ചെറുങ്ങനെ എഴുതി കൊടുത്തിട്ട് ചെറിയ മദ്. ഒന്നും കൂടെ, യൗമൽ ഖിയാമത്തി വയഖ്ലുദു. يوم القيامة ويخلد فيه مهانا. ഫീഹിക്കല്ല, ഫീനല്ല മദ്, ഹാഇൻ്റെ മദ് കൊടുക്കണം.
ഫീഹി മുഹാന ഫീഹി മുഹാന. ഹായിനാണ് മദ്. അതെ രണ്ടിനും മദ്ദുണ്ട്. ഫീനും ഫായിനും ചെറിയ മദ്ദുണ്ട്, ഹായിനും ചെറിയ മദ്ദുണ്ട്. അതെ അതെ അതെ. വയഖ്ലുദു ഫീഹി മുഹാന ഇല്ലാ മൻ താബ വആമന വഅമില സാലിഹൻ വഅമില സാലിഹ അല്ല, വഅമില അമലൻ സാലിഹ. ഒരു അമല് വിട്ട് ഒരു സാധനം, ഒരു പദം തന്നെ വിട്ട്. وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات. سيئها لا سيئاتهم. فأولئك يبدل الله سيئاتهم حسنات. فأولئك يبدل الله سيئاتهم حسنات. അവസാനത്തെ താഴ് കേട്ടില്ല, താഴ് കേൾക്കണം. താഴ് കാറ്റുള്ള താഴ് കേൾക്കണം. ഹസനാത്ത്. അത്ര തീർന്നാക്കരുത്. നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞാല് ഹസനാത്ത്, ആ കാറ്റ് വരുന്ന രൂപത്തിൽ, അത്രേ ഉള്ളൂ. وكان الله غفورا رحيما. എവിടെ വമൻ എവിടെ? ഇൽഹാർ അല്ലല്ലോ അത്. നൂന് കേൾക്കരുത്. നൂന്റെ മുകളിൽ സുക്കൂനുള്ള ഇൽഹാറിൽ മാത്രമേ നൂന് കേൾക്കാൻ പാടുള്ളൂ. ഒന്നുകൂടെ. ഫഇന്നഹു ഷദ്ദുള്ള നൂന് മണിക്കണം. യതൂബു മതാബ ത ആണ്, ത ആവരുത്. കനം വന്നു കഴിഞ്ഞാൽ ത ആയി പോവും. ത ത ത യതൂബു മതാബ. فإنه يتوب إلى الله متابا. Yes. والذين لا يشهدون الزور وإذا مروا باللغو مروا كراما. ലഅവി ഐനാണോ? പുള്ളിയുള്ളതാണോ പുള്ളിയില്ലാത്തതാണോ? അപ്പൊ ലഗ്വി അവന്റെ മഖ്റജ് എവിടുന്ന ഉച്ചാരണം? പുള്ളിയില്ലാത്ത ഐന് തൊണ്ടയുടെ നടുഭാഗം, പുള്ളിയുള്ള ഗൈന് തൊണ്ടയുടെ മേൽഭാഗം. അപ്പൊ ലഗ്വി ആണത്. വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമാ. وإذا مروا باللغو مروا كراما. Yes. والذين إذا ذكروا بآيات ربهم لم ബിറബ്ബിഹിം എന്നുണ്ടോ? ഭാഗമുണ്ടോ അവിടെ? ബിറബ്ബിഹിം എന്നില്ലല്ലോ, വെറും റബ്ബിഹിം എന്നല്ലുള്ളൂ. അങ്ങനെ തിറബ്ബിഹിം എന്ന് ഓതിയത്. തിറബ്ബിഹിം എന്ന് ഓതരുത്. കാരണം തിറബ്ബിഹിം എന്നുള്ളത് വേറൊരു പദത്തിന്റെ അവസാന അക്ഷരമല്ലേ. ആ ഒരു പദത്തിന്റെ അക്ഷരം മാത്രം ഇങ്ങോട്ട് വലിക്കാൻ പറ്റൂല. പദം ഫുള്ളായിട്ട് വായിക്കേണ്ടി വരും. ഒന്നിരിക്കൽ റബ്ബിഹിം, അല്ലെങ്കിൽ ബി ആയാത്ത് റബ്ബിഹിം, അല്ലെങ്കിൽ ഇദാ ദുക്കിറു ബി ആയാത്ത് റബ്ബിഹിം, അങ്ങനെയൊക്കെ ഓതാം. എന്താകാൻ പറ്റൂല? ഒരു പദത്തിന്റെ അടയുന്നോ ആ പദത്തിന്റെ അവസാനത്തെ അക്ഷരം കൊണ്ടൊന്നും ഓതാൻ പറ്റൂല. إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا. ഓക്കെ. പക്ഷെ മീമിന്റെ ഷദ് മണിച്ചിട്ടില്ല. ഷദ്ദുള്ള മീമിന്റെ ഷദ്ദിനെ മണിക്കണം. അതിനുശേഷം തൻവീന് ശേഷം വാവ് എന്നതിന്റെ ഇദ്ഗാമിനെ മണിക്കണം. രണ്ട് മണിയുണ്ട് അവിടെ, മീമിന്റെ ഷദ്ദും അതിനുശേഷമുള്ള ഇദ്ഗാമും. അവിടെ അപ്പൊ എന്താ? ഇപ്പോ മീമിന്റെ ഷദ്ദിനെ മണിച്ചിട്ടില്ല, വീണ്ടും ഇദ്ഗാം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന. രണ്ടും വേറിട്ട് കേട്ടില്ലേ? അത് മീമിന്റെ ഷദ്, പിന്നെ അത് ഇദ്ഗാം. لم يغروا عليها صما وعميانا. Yes. والذين يقولون ربنا هب لنا
والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين. ഒന്നും കൂടെ ദുർറിയല്ല ദുരി, റായിന് കസ്റ വന്നാ നിർപ്പിക്കണ്ടേ. ദുരി വദുരിയാതിനാ ഖുറത അഅ്യുൻ. وذرياتنا قرة أعين وجعلنا للمتقين إماما. മുത്തഖ അല്ലാത്ത വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. തായിന് കനം കുറക്ക്. അതെ, وجعلنا للمتقين إماما. യെസ്, ഇത് നമ്മൾ എപ്പോഴും പതിവാക്കേണ്ട ദുആ ആണ്. മുഅ്മിനീങ്ങൾ ഇത് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ് അള്ളാഹു ഖുർആനിൽ പറയുന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും പതിവാക്കണം. നമ്മൾ മക്കളെ കൊണ്ടും പതിവാപ്പിക്കും. എന്ത് ചെയ്യണം? പതിവാക്കാൻ, ഭാര്യമാരോടും മക്കളോടെല്ലാം പതിവാക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കേണ്ട ദുആ ആണ്. എന്ത്? റബ്ബന ഹബ് ലന. പ്രത്യേകിച്ച് കല്യാണം ശരിയാവാത്ത ആളുകൾ, കല്യാണം ശരിയാവാത്ത പെൺമക്കൾക്ക് കല്യാണം ശരിയാവാത്ത ആളുകളും കല്യാണം ശരിയാവാത്ത ചെറുപ്പക്കാരും കല്യാണം ശരിയാവാത്ത പെൺകുട്ടികളൊക്കെ ദുആ ചെയ്യണം ഈ ദുആ. റബ്ബന, നമ്മുടെ രക്ഷിതാവായ അല്ലാഹ്, ഹബ് ലന, നീ നമ്മൾക്ക് നൽകണം, മിൻ അസ്വാജിന, ഇണകളെ, വദുരിയാത്തിന, സന്താനങ്ങളെയും, ഖുറത അയ്യുൻ, കൺകുളിർമയാകുന്ന രൂപത്തിൽ മനസ്സിനും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ സന്തോഷിക്കുന്ന മക്കളെയും ഇണകളെയും നീ നമുക്ക് നൽകണം അല്ലാഹ് എന്നർത്ഥം. ഖുറത അയ്യുൻ എന്ന് പറഞ്ഞാൽ കൺകുളിർമയാകുന്ന എന്നർത്ഥം. കണ്ണിന് കൺകുളിർമ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമല്ല, ആലങ്കാരിക പ്രയോഗമാണ്. أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما. തഅയ്യത്ത് അയിനായി പോയി. അയിനല്ലല്ലോ അത്, തായിന് ശേഷം ഹ അല്ലേ. വയുലഖൗന ഫീഹ. തഹി റഹ്മാനി എന്ന് പറയുന്നത് ആ ഹ, തഹി. تحية وسلاما. ويلقون فيها ويلقون فيها تحية وسلاما. yes. خالدين فيها. ഖാലിദീന നോർമലായി പോയി. ഖോ കനം വരട്ടെ, ഖോ 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 അതൊക്കെ കനമുള്ള അക്ഷരമല്ല. ഖുസ്സ ദഗ്തിൻ ഖിദ് നമ്മൾ 7 അക്ഷരങ്ങളെന്ന് പറഞ്ഞു. خالدين فيها حسنت مستقرا ومقاما. مستقرا ومقاما. قل ما يعبأ بكم ربي لولا دعاؤكم. റബ്ബി ലൗല അല്ല, ബായിനോട് ചേർന്നിട്ടൊരു യാഗം കണ്ടില്ലേ അവിടെ? ഇങ്ങനെയില്ലേ, അവിടെ റബ്ബി എന്നുണ്ട്. ദാ ഇങ്ങനെയുള്ള എഴുത്തില് ഒന്നാമത്തെ വര ബ ആണ്, രണ്ടാമത്തെ താഴോട്ടുള്ള വര അത് യാ ആണ്. റബ്ബി. قل ما يعبأ بكم ربي لولا دعاؤكم. വലിയ മദ് ദുആഉക്കും വലിയ മദ്ദിന്റെ ചിഹ്നം കണ്ടില്ല? മദ്ദുൽ മുത്തസിലാണ്. മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ തൊട്ടടുത്ത് ഹംസ വന്നു. അത് വാവല്ല, ഹംസല്ലേ. لولا دعاؤكم فقد كذبتم فسوف يكون لزاما. حسبك أحسنت مبروك. മീമിന്റെ മേലെ വരുന്നത് എന്താ? ചിന്തിച്ചു പറ. അടുത്ത പദത്തിൽ നമ്മളിത് വരുമ്പോഴല്ല, പിന്നെ അതന്നെ ക്ലിയർ ആയിട്ടില്ല. അടുത്ത പദത്തിൽ എന്താ? ലിസാമക്ക് ശേഷമുള്ള അടുത്ത പദം എന്താ? പറ. അപ്പൊ എന്താ എന്നാലത് പറ. ലോജിക്ക് ഒന്നും കൂടെ ക്ലിയർ ആക്ക്. എന്തുകൊണ്ടായിരിക്കും അവിടെ മീം വന്നത്? ബസ്മലത്തിന്റെ ബാവ് വന്നു. അപ്പൊ നമ്മളെന്താ അതിന്റെ നിയമം? തൻവീന് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ ഇഖ്ലാബ് ചെയ്യണം. മീം ഇട്ട് കൊടുക്കും. തൻവീനെ മീമാക്കി മറിക്കും.
അതെ ഞാൻ ഈ സൂറത്ത് കൈനോട് കൂടി വരാൻ കാരണം അതോ അപ്പൊ അത് നമ്മൾ ആയത്തിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല, ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? കൂട്ടി വായിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഖുർആന്റെ എഴുത്തുള്ളത്. ഒരാൾക്ക് ശ്വാസമുണ്ട്, ഒരാൾക്ക് ഒരു 10 മണിക്കൂർ ശ്വാസം പിടിച്ച് ഓതാൻ പറ്റുമെങ്കിൽ അയാൾക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ കൂട്ടി ഓതാം, പ്രശ്നമില്ല. ഖുർആന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിർത്താതെ ഓതിക്കൊണ്ട് പോരും മനുഷ്യന്. നിർബന്ധമായ ചിഹ്നങ്ങൾ വഖഫ് നിർബന്ധമായ മീമുകൾ ഉണ്ടാവും. അവിടെ ഒന്നും വഖഫ് ശറഈയായ നിർബന്ധമല്ല കേട്ടോ. അതിന്റെ അർത്ഥത്തിന്റെ ഭംഗി ഒരാള് മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൂട്ടി ഓതിയാൽ മാത്രമേ ഹറാമിന്റെ കുറ്റം കിട്ടൂ, മീമുള്ളിടത്ത് തന്നെ. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഒരാൾ ഓതിപ്പോകുന്നതുകൊണ്ട് തടസ്സമൊന്നുമില്ല. ഒരാൾ ഒറ്റക്ക് ഓതുന്നു, അയാൾ നല്ല നിയത്ത ഒരായത്ത് ഫുള്ളായിട്ട് ഓതാനുള്ള നിയത്തിൽ ഓതിയാൽ തടസ്സങ്ങളൊന്നുമില്ല. അത് ശറഈയായ ഹറാമല്ല. ശറഈയായ ഹറാം തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഉദ്ദേശം വരുമ്പോഴാണ് ശറഈയായ ഹറാമാകുന്നത്. കേൾക്കുന്ന സാമിയാന് കേൾവിക്കാരന്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ആയത്തിന്റെ അവസാനത്തിൽ മീമൊക്കെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അടുത്ത ആയത്തിൽ എന്തുണ്ടാവും? ബാഗ് ഉണ്ടാവും. ബാഗ് ഉള്ളത് കൊണ്ട് ഇഖ്ലാബ് ചെയ്യണം. ഇഖ്ലാബിന്റെ ചിഹ്നമാണ് കുട്ടി മീമ്. തൻവീനെ മീമാക്കി മറിച്ചിട്ട് ഓതണ്ടല്ലേ ഇഖ്ലാബ് എന്ന് പറഞ്ഞാല്. പിന്നെ സൂറത്ത് ഷുഅറ എന്ന് പറഞ്ഞാൽ ഒരു സംശയം കൂടി. പിന്നെ ഇപ്പോ ഈ കനപ്പിച്ചോദന്റെ 7 അക്ഷരങ്ങൾ പറഞ്ഞല്ലോ, അതും ഈ ഖുത്ബ് ജദ് എന്ന് പറയുന്ന വേറൊരു 5 അക്ഷരങ്ങൾ അത് കനിപ്പിക്കണ്ടല്ലേ? ഖുത്ബ് ജദ് അതിലിപ്പോ കനിപ്പിക്കേണ്ട അക്ഷരങ്ങളിൽ പെട്ട ഈ ഹുസലത്തിൻ എന്ന 7 അക്ഷരങ്ങളിൽ പെട്ട അക്ഷരമുണ്ട്, അല്ലാത്ത അക്ഷരങ്ങളുണ്ട്. ഇപ്പൊ ഖാ കനിപ്പിക്കേണ്ട അക്ഷരമാണ്. ഖുത്ബ് ജദ് പിന്നെ കൽക്കലത്തിലുണ്ട്, ഖാ 2-ലും ഉണ്ട്. പിന്നെ ബാക്കി 3 എണ്ണവും എന്തിലില്ല? വേറെ വേറെയാണ്. ദാല്, ജീമ്, ബ, ഈ 3ഉം കനിപ്പിക്കേണ്ട അക്ഷരമല്ല. പക്ഷേ ഖുത്ബ് ജദ് ഉണ്ട്. ഇത് ഖുത്ബ് ജദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. സുക്കൂന് വരുന്ന സമയത്ത് സമ്മർദ്ദം കൊടുക്കുക, വേറെ അർത്ഥമൊന്നുമില്ല. കനിപ്പിക്കലല്ല അത്. സുക്കൂന് വരുന്ന സമയത്ത് സമ്മർദ്ദം കൊടുക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. സുക്കൂന് വരുന്ന സമയത്ത് അബ്, അത് കനിപ്പിക്കലല്ലോ. മെഹബൂബ്, ബ് മെഹബൂബ് എന്ന് പറയുക. പിന്നെ പിന്നെന്താണ് പിന്നെ ദിലാജ്, മിദിലാജ് എന്ന് പറയുമ്പോൾ മെഹബൂബ്, മിദിലാജ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? സുക്കൂൻ വരുന്ന സമയത്ത് സമ്മർദ്ദം കൊടുക്കുക. ദ്, ജ് ആ രൂപത്തിലാവുന്നു. കനമല്ലല്ലോ അത്. ജി എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഇല്ല. സുക്കൂൻ അല്ലാത്ത സമയത്ത് തിരിച്ചറിയില്ല. ആ അക്ഷരത്തിന് ആ സ്വഭാവം ഉണ്ട്, പക്ഷെ ആ അക്ഷരത്തിന്റെ ആ സ്വഭാവം വെളിവാകുന്നത് സുക്കൂന്റെ സമയത്ത് മാത്രം നടത്തും. കൽക്കലെന്ന് ഒരക്ഷരത്തിന് ഒരു സമയത്ത് മാത്രമായിട്ട് സ്വഭാവം ഉണ്ടാവില്ല. കനിപ്പിക്കണം എന്ന് പറഞ്ഞെങ്കിൽ എന്തല്ല, സമ്മർദ്ദം കൊടുക്കണമെന്നല്ല. അത് വായൽ ശബ്ദം നിറച്ച് പറയണം എന്നർത്ഥം. വായൽ ശബ്ദം നിറച്ചിട്ട് കനിപ്പിച്ച് പറയണം, ഹെവിയാക്കി പറയണം. അതാണ് അക്ഷരത്തിന്റെ സ്വഭാവം. അപ്പോൾ എന്ത് ചെയ്യും? ഹയ്യാവും, ശബ്ദം ഹയ്യാവും. മറ്റക്ഷരങ്ങളുടെ ശബ്ദം ലോ ആയിരിക്കും. പിന്നെ ഷുഅറ എന്ന് പറഞ്ഞാൽ കവികൾ എന്നർത്ഥം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഒന്നും കൂടെ ശരിയായിട്ടില്ല. നമ്മളത് അന്ന് ഇത് ഈ സാധനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മള് സൂറത്തിന്റെ തുടക്കത്തിലുള്ള ഈ രൂപങ്ങൾ ഓതി കളിപ്പിച്ചിട്ടില്ലേ? അക്ഷരങ്ങളെ കുറിച്ച് പറഞ്ഞു, പക്ഷെ ഇങ്ങനെ ഈ തുടക്കത്തിൽ വരുന്നതിനെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞതായിട്ട് ഓർമ്മയില്ല. ഓക്കെ, ക്ലാസ് കഴിയട്ടെ, അത് പറയാം. ഫിഖ് മാറ്റാൻ തൽക്കാലം ഇന്ന്. പിന്നെ അതില് എനിക്ക് പിന്നെ എനിക്ക് ചെറിയ മദ് ഇല്ലാതെ പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി അല്ലേ നല്ലത്.
നമ്മൾ പറഞ്ഞില്ലേ ഖുർആന്റെ തുടക്കത്തിൽ അള്ളാഹു പേരെടുത്ത് വിളിച്ചിട്ടുള്ള അക്ഷരങ്ങൾ എത്രയാണ്? ഖുർആന്റെ തുടക്കത്തിൽ അള്ളാഹു പേരെടുത്ത് വിളിച്ച അക്ഷരങ്ങൾ എത്രയാണ്? 14 അക്ഷരങ്ങൾ. അത് എഴുതണം. എഴുതിയിട്ടുണ്ടോ അറിയില്ല, മുമ്പ് നമ്മൾ പറഞ്ഞിരിക്കും. 14 അക്ഷരങ്ങളാണ് അള്ളാഹു ഖുർആനിൽ പേരെടുത്ത് വിളിച്ചിട്ടുള്ളത്. അതിൻ്റെ നമ്മൾ ഒരു സെന്റൻസ് ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ നസ്സു ഹക്കീമിൻ ലഹു സിറുൻ ഖാത്തിയ. ഇതാണ് 14 അക്ഷരങ്ങൾ. നസ്സു ഹക്കീമിൻ ലഹു സിറുൻ ഖാത്തിയ. ആ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ പറഞ്ഞ സെന്റൻസിലെ വാക്യത്തിലെ 14 അക്ഷരങ്ങളെയാണ് അള്ളാഹു ഖുർആനിൽ പേരെടുത്ത് വിളിച്ചിട്ടുള്ളത്. അക്ഷരങ്ങളുടെ പേരെടുത്ത് വിളിക്കുക അഥവാ സൂറത്തുകളുടെ തുടക്കത്തിൽ വരുന്ന അക്ഷരങ്ങൾ, അതിനെക്കുറിച്ചാണ് പേരെടുത്ത് വിളിക്കുക എന്ന് പറഞ്ഞത്. ആ അക്ഷരങ്ങളെ കുറിച്ച് അൽ ഹുറൂഫുൽ മുഖത്തഅ എന്ന് അറബിയിൽ പറയും. അൽ ഹുറൂഫുൽ മുഖത്തഅ, അൽ ഹുറൂഫുൽ മുഖത്തഅ, അൽ ഹുറൂഫുൽ മുഖത്തഅ അഥവാ അള്ളാഹു ഖുർആനിൽ പേരെടുത്ത് വിളിച്ച അക്ഷരങ്ങൾ 14 എണ്ണം. അതാണ് നസ്സു ഹക്കീമിൻ ലഹു സിറുൻ ഖാത്തിയ. നൂന്, സ്വാദ്, ഹാ, കാഫ്, യാ, മീം. ഹക്കീം. ലാം, ഹ, ലഹു. സീൻ, റാ, സിറുൻ. ഖാഫ്, അലിഫ്, ത്വാ, ഐൻ. ഖാത്തിഅ. ഖാഫ്, അലിഫ്, ത്വാ, ഐൻ. അപ്പൊ എന്തായി? നസ്സു ഹക്കീമിൻ ലഹു സിറുൻ ഖാത്തിഅ. ഒന്ന് എണ്ണിയാക്കി എത്ര അക്ഷരങ്ങളുണ്ട് എന്നുള്ള? എത്രയുണ്ട്? 14. റൌഫ് കണ്ണിയില്ലേ? മനസ്സിലായില്ലേ? അതെ. എത്ര അക്ഷരങ്ങളുണ്ട് എണ്ണിയാ? 14. നൂന്, സ്വാദ്, നസ്സു. ഹാ, കാഫ്, യാ, മീം, ഹക്കീമിൻ. ലാം, ഹ, ലഹു. സീൻ, റാ, സിറുൻ. ഖാഫ്, അലിഫ്, ത്വാ, ഐൻ. ഖാത്തിഅ. 14 അക്ഷരങ്ങൾ. ഈ 14 അക്ഷരങ്ങളെ 3 കാറ്റഗറികളാക്കി തിരിക്കാം. ഈ 14 അക്ഷരങ്ങളെ 3 കാറ്റഗറികളായി തിരിക്കാം. Classified into 3 categories. These letters are classified into 3 categories. ഒന്നാമത്തെ കാറ്റഗറിയിൽ തീരെ മദ്ദില്ലാത്ത അക്ഷരം. ഒന്നാമത്തെ കാറ്റഗറി എന്താ? തീരെ മദ്ദില്ലാത്ത അക്ഷരം. ഒറ്റ അക്ഷരം മാത്രമേ ഉള്ളൂ, അലിഫ്. അലിഫ് എന്നതിനിക്ക് തീരെ മദ്ദില്ല. രണ്ടാമത്തെ കാറ്റഗറി ചെറിയ മദ്ദുള്ള അക്ഷരം. ചെറിയ മദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു അലിഫിന്റെ അളവിൽ മാത്രം നീട്ടേണ്ട ചെറിയ മദ്ദുള്ള അക്ഷരം 5 എണ്ണം. ഹയ്യുൻ ത്വഹറ. ഹ, യ, ത, ഹ, റ എന്ന് പറഞ്ഞാൽ ഹ, യ, ത, ഹ, റ 5 എണ്ണം. എത്രയായി? 5 + 1 6 ആയി. ബാക്കി എത്രയുണ്ട്? ബാക്കി 8 എണ്ണം ഇല്ലേ? ബാക്കി 8 എണ്ണം ഉണ്ട്. അത് മൂന്നാമത്തെ കാറ്റഗറി. എന്താ മൂന്നാമത്തെ കാറ്റഗറി? വലിയ മദ്ദുള്ള അക്ഷരം. വലിയ മദ്ദുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ 3 അലിഫിന്റെ അളവിൽ നീട്ടേണ്ട അക്ഷരം. അത് ബാക്കിയുള്ള അക്ഷരം ഏതൊക്കെയാണ്? അതിനെക്കുറിച്ച് ചുരുക്കിയിട്ട് നഖസ അസലുക്കും എന്ന് പറയും. നഖസ അസലുക്കും. അതെങ്ങനെയാ? നൂൻ, ഖാഫ്, സ്വാദ്, ഐൻ, സീൻ, ലാം, കാഫ്, മീം. ഇതാണ് 8 അക്ഷരങ്ങൾ. നഖസ അസലുക്കും. നൂൻ, ഖാഫ്, സ്വാദ്, ഐൻ, സീൻ, ലാം, കാഫ്, മീം. നഖസ അസലുക്കും. എത്രയായി? 1 + 5 + 8 14. ഈ 14 അക്ഷരങ്ങളാണ് ഖുർആന്റെ
ചില സൂറത്തുകളുടെ തുടക്കത്തിൽ അക്ഷരങ്ങളെ കൊണ്ടുള്ള കളി. അൽ ഹുറൂഫുൽ മുഖത്തഅ കൊണ്ട് തുടങ്ങിയ സൂറത്തുകളുള്ളത് ഈ 14 അക്ഷരങ്ങൾ. ഈ 14 അക്ഷരത്തിന്റെ പുറത്തുള്ള ഒരക്ഷരത്തെയും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ജീമ്, ഒരു സൂറത്തിന്റെ തുടക്കത്തിൽ എന്തില്ല? ജീം ഉണ്ടാവില്ല, സ ഉണ്ടാവില്ല, ബ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഇനി നമുക്ക് മറ്റൊന്ന്, ഖുർആന്റെ തുടക്കത്തിൽ ഏതൊക്കെ രൂപങ്ങൾ വന്നിട്ടുണ്ട്? ഇത്രയും രൂപങ്ങളാണ്. സ്ക്രീനിൽ കാണുന്നില്ലേ? ഈ സ്ക്രീനിൽ കാണുന്ന ഇത്രയും രൂപങ്ങൾ മാത്രമാണ് ഖുർആന്റെ തുടക്കത്തിൽ വന്നിട്ടുള്ളത്. അത് ചിലപ്പോൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ടാവും. അലിഫ് ലാം ഒക്കെ ഒരുപാട് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അലിഫ് ലാം ഏകദേശം 5-6 സൂറത്തുകളിൽ അതുണ്ട്. പോയാ എന്ത് പറ്റി? അലിഫ് ലാം മീം എന്നുള്ളത് 5-6 സൂറത്തുകളിലൊക്കെ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലുണ്ട്, ആലി ഇമ്രാനിലുണ്ട്, പിന്നെ സൂറത്തുൽ അൻകബൂത്തിലുണ്ട്, സൂറത്തുൽ റൂമിലുണ്ട്, സൂറത്തുൽ ലുഖ്മാനിലുണ്ട്, പിന്നെ സൂറത്തു സജദയിലുണ്ട്. ഇങ്ങനെ 7 സൂറത്തുകളിലുണ്ട്. ഏത്? അലിഫ് ലാം മീം എന്നുള്ളത്. അങ്ങനെ ഓരോന്നും ചിലപ്പോൾ ഒരു തവണ മാത്രമുള്ളതും ഉണ്ടാകാം, ഒന്നിലധികം ആവർത്തിക്കപ്പെട്ടതൊക്കെ ഉണ്ടാകും. ഇത്രയും രൂപങ്ങളാണ് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന. ഇത്രയും രൂപങ്ങൾ മാത്രമാണ് ഖുർആന്റെ തുടക്കത്തിൽ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ വായിക്കേണ്ട രൂപം അവിടെ നമുക്ക് ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇവിടെ മുകളിൽ ഓരോന്നും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്പർ ഇട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. 0 എന്ന് പറഞ്ഞാൽ തീരെ മദ്ദില്ലാത്ത അക്ഷരം, 1 എന്നിട്ട് കഴിഞ്ഞാൽ ചെറിയ മദ്ദുള്ള അക്ഷരം, 3 എന്നിട്ട് കഴിഞ്ഞാൽ വലിയ മദ്ദുള്ള അക്ഷരം. മനസ്സിലായില്ലേ? അതാണ് എന്ത് ചെയ്യുന്നത്? മുകളിൽ നമ്പർ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വായിച്ചതിന് നമുക്ക് പിന്നെ മറ്റൊന്ന് അവിടെ ശ്രദ്ധിക്കാനുള്ളത്, ചിലപ്പോൾ നമ്മൾ അക്ഷരങ്ങളുടെ പേരെടുത്ത് വിളിക്കുന്ന സമയത്ത് ഓരോ അക്ഷരത്തെയും പിരിച്ചിട്ടാണ് വിളിക്കുന്നത്, അല്ലേ? പിരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരത്തിനെയും പൂർണ്ണമായിട്ട് അഴിച്ചിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് വിളിക്കുന്നത്. ഇപ്പോൾ അലിഫ് ലാം മീം എന്ന് പറയുന്ന സമയത്ത് 3 അക്ഷരമാണെങ്കിലും എത്ര അക്ഷരങ്ങളുണ്ട് ടോട്ടല്? 9 അക്ഷരങ്ങളുണ്ട്, ഇല്ലേ? അലിഫ് 3ആയി. ലാം എന്ന് പറയുമ്പോൾ എന്ത്? ലാം, അലിഫ്, മീം. ലാം. മീം എന്ന് പറയുമ്പോൾ മീം, യാ, മീം. എത്രയായി? 9 അക്ഷരങ്ങൾ. ഇങ്ങനെ എല്ലാ അക്ഷരത്തെയും നമ്മൾ എന്ത് ചെയ്യുക? ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ്. എഴുത്തിൽ 3 അക്ഷരങ്ങൾ മാത്രമേ ഉണ്ടെങ്കിലും ഓരോ അക്ഷരത്തെയും ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ അലിഫ് ലാം മീമിൽ മാത്രം 9 അക്ഷരങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ആ രൂപത്തിൽ തന്നെ. അപ്പോൾ എന്ത് ചെയ്യും? ചില അക്ഷരങ്ങളുടെ അവസാനത്തിൽ സാക്കിനായ നൂൻ ഉണ്ടാവും. ഇപ്പം നമ്മൾ നൂൻ എന്ന് പറയുന്ന സമയത്ത് നൂനിന്റെ അവസാനത്തിൽ എന്തുണ്ട്? സാക്കിനായ നൂൻ ഉണ്ട്, അല്ലേ? ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. സീ എന്ന് പറയുന്ന സമയത്ത് അവസാനത്തിൽ സാക്കിനായ മീമില്ലേ? അപ്പൊ സാക്കിനായ നൂനുണ്ട്. അപ്പൊ സാക്കിനായ നൂനിന്റെ നിയമം അവിടെ ബാധകാവും, തൊട്ട് ശേഷം ഉള്ള അക്ഷരം നോക്കിയിട്ട്. അതേപോലെ സാക്കിനായ മീം വന്നു. ലാം എന്ന് പറയുന്ന സമയത്ത് സാക്കിനായ മീമാണ്, മീം എന്ന് പറയുന്ന സമയത്ത് സാക്കിനായ മീമാണ്. അപ്പൊ അതിന് തൊട്ട് ശേഷമുള്ള അക്ഷരം വരുന്നതിനനുസരിച്ച് അവിടെയും ബാധകാവും നിയമം. അപ്പൊ സാക്കിന ചേർത്തി ഒതുകയാണെങ്കിലല്ലാന്ന്. ഓരോ ഇപ്പൊ നമ്മൾ അലിഫ് ലാം മീം, ലാം എന്ന് പറയുന്ന സമയത്ത് എന്തുണ്ട്? സാക്കിനായ മീം ഉണ്ടോ? ലാം മീമുണ്ട്. അതിന് തൊട്ട് ശേഷമുള്ള അക്ഷരം ഏതാ? മീമിന്റെ തുടക്കമല്ലേ? മീം എന്ന അക്ഷരത്തിന്റെ ആദ്യത്തെ മീമല്ലേ? മനസ്സിലായിട്ടില്ല? മനസ്സിലാക്കി തരാം. അലിഫ് ലാം മീം എന്നതിന്റെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അലിഫ്, ലാം, മീം. ഇതാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എന്താ സംഭവിച്ചത്? സാക്കിനായ മീം, സാക്കിനായ മീമിന് ശേഷം മീം വന്നു. അപ്പോൾ അവിടെ നിയമം ബാധകാവും. ഇത് ആംബിയോ തന്നെ വരും. ഇതേപോലെ ഇങ്ങനെ നമ്മള് അവസാനം സാക്കിനായ മീമും സാക്കിനായ നൂനും വരുന്ന ഒരുപാട് രൂപങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓതി എടുത്തെന്താ? നിങ്ങൾ ഓതി അക്ഷരത്തെ പിരിച്ചെഴുതുന്ന സമയത്ത് ശേഷം
ഇതാണ് മീമോ വരുന്നുണ്ട്. തോയിൽ 3 അക്ഷരമല്ല, തോയിൽ 2 അക്ഷരം മാത്രം. തോ അത്രയേ ഉള്ളൂ. ആ ആ സീൻ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? സാക്കിന നമ്മൾ മദ്ദിന് പുറമെ തോയിൽ ചെറിയ മദ്, സീനിന് വലിയ മദ്, മീമിന് വലിയ മദ് എന്നതിന് പുറമെ സീനിലെ സാക്കിനായ നൂനിന് ശേഷം മീമിലെ മീമ വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഇഖ്ഫ ഇത്